സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങളൊന്ന് നമ്മളെ കാപ്പാട് കിച്ചണിലേക്ക് വന്നോളി. അപ്പോൾ ഞാനിതാ ഇവിടെ കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പ എന്ന് പറയും, പൂളാന്ന് പറയും ഒക്കെ ചെയ്യും. പക്ഷേങ്കിൽ ഒന്ന് നിങ്ങൾ വന്നിട്ട് നമ്മളെങ്ങനെയാണ് ഈ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് വന്നോളി. അപ്പോൾ ഞാനിതാ കുക്കറിലേക്ക് ഇടുകയാണ് കേട്ടോ. കപ്പ കുക്കറിലിട്ടിട്ട് 2 വിസലിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം ഉപ്പ് ഇപ്പോഴേ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചും കൂടെ വെച്ചിട്ട് ഒന്ന് ഊറ്റിക്കളയണേ വെള്ളം. എന്നിട്ട് നമുക്ക് വരാം. അപ്പോൾ ഇതാ നമ്മളെ കപ്പ ബിരിയാണിക്കുള്ള കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടക്കാനേ ഉള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. നമുക്ക് കപ്പ ബിരിയാണിക്കുള്ള സവാളയൊക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് സാധാരണ ബിരിയാണി പോലെ തന്നെ പിന്നെ അത് നമ്മൾ കപ്പയാണ് ഇടുന്നത് നോക്കാം. അപ്പോൾ ഞാൻ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. അധികം വലുപ്പമില്ലാത്ത സവാളയാണ് കേട്ടോ. ഒന്ന് വഴറ്റിയിട്ടെടുക്കട്ടെ. അപ്പം ഞാൻ 3 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. പച്ചമുളക് ചതച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ആണ്, ചതച്ചതാണ്. അപ്പോൾ ഞാൻ 1.5 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 3/4 കിലോ കപ്പയാണ്. അപ്പോൾ 1.5 തക്കാളി, 2 സവാള, 3 പച്ചമുളക്, ആവശ്യത്തിന് ഇഞ്ചി പച്ചമുളക് കേട്ടോ. ഒന്ന് വഴറ്റി വരട്ടെ. ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചെറിയ കേട്ടോ. ഒരു ക്യാരറ്റിൻ്റെ 1/4 ഭാഗം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ബിരിയാണി മസാല ആണ് കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ജീരകം ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകം പൊടിച്ചതാണ്. നമ്മളിപ്പോൾ ബിരിയാണിക്ക് എന്തായാലും അത് ഇടുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്. കപ്പൊക്കെ ലേശം എരിവ് വേണം. അതുകൊണ്ട് ഞാൻ ലേശം മുളക് പൊടി കൊടുക്കുന്നുണ്ട്. അതിനൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം അതിവിടെ റെഡിയാകുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് ബീഫിൽ പിടിക്കുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. കേട്ടോ, മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് വേവിച്ചതാണ് കേട്ടോ. ബീഫും കപ്പയൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ കപ്പ ഇങ്ങനെ വെന്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇങ്ങനെ നല്ല കപ്പയാണ് കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഉടച്ചിട്ടുണ്ട്. 2 വിസലും എടുക്കുമ്പോഴേക്ക് തന്നെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഈ മസാലക്കൂട്ടിലേക്ക് നമുക്ക് ഈ കപ്പ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ദമ്മാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. അപ്പോൾ ഇതാ നമ്മളെ മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ കപ്പ ബിരിയാണിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടോ. ഇത് ചില്ലറക്കാരനൊന്നല്ല കേട്ടോ. ഈ കപ്പ എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ 2 മിനിറ്റ് മൂടി വെക്കാം. നമുക്ക് കപ്പ ബിരിയാണിക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ലേശം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ
ഒന്ന് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇടാം, വേണമെങ്കിൽ ഒഴിവാക്കാം. പിന്നെ മല്ലിയില നമുക്ക് നിർബന്ധമായിട്ട് ഇടാം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു സ്പൂണ് തൈര് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വീഡിയോ ഓണാക്കാനും മറന്നു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പുളിക്കാത്ത തൈര് കുറച്ച് 2 സ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കപ്പ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.